കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. കൂട്ടിക്കൽ കാവാലിയിൽ മണ്ണിടിഞ്ഞ് വീണുവെന്ന് വാർത്ത വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കൂട്ടിക്കൽ മണ്ണിടിച്ചിലുണ്ടായ ദുരന്തം ഓർമ്മയുണ്ടല്ലോ. പുല്ലുകയാർ കരകവിഞ്ഞതിനെ തുടർന്ന് മുണ്ടക്കയം ക്രോസ് വേക്ക് സമീപം വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടിക്കലിൽ നിന്ന് ടോബി ജോൺസൺ തത്സമയം ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. കൂട്ടിക്കൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ ഉരുൾപൊട്ടലിൻ്റെ ഓർമ്മ വരും. വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും SKN, ആ ഒരു ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ആ ഒരു അപകടം നടന്ന് ഒരു കുടുംബത്തിലെ 6 പേർ മരിച്ചത്. അതിന് സമീപത്തായിട്ട് ഇന്നലെ അതിശക്തമായിട്ട് ഉള്ള മഴ ഈ മുണ്ടക്കയം മേഖലകളിൽ, കൂട്ടിക്കൽ മേഖലകളിൽ പെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഏകദേശം രാത്രിയോടെ ഈ ഒരു പ്രദേശത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചോലത്തടം കാവാലി റോഡിലാണ്. ആ റോഡിൽ ഒരു സ്ഥലത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട് വലിയ രീതിയിൽ. നാട്ടുകാർ പറയുന്നത് ഒരു ചെറിയ ഉരുൾപൊട്ടിയതാണെന്നാണ് പറയുന്നത്. പക്ഷേ ജില്ലാ ഭരണകൂടം അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്നലെ തന്നെ തഹസിൽദാർ അടക്കമുള്ളവർ ഈ പ്രദേശം സന്ദർശിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റോഡ് പൂർണ്ണമായും ഇപ്പോൾ ഈ ഒഴുകി വന്ന മണ്ണും ചെളിയും നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് ആളപായങ്ങളോ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ഈ പ്രദേശം അല്പം മലയുടെ മുകളിലോട്ടുള്ള സ്ഥലമാണ്, ഉയർന്ന പ്രദേശമാണ്. ഈ പ്രദേശങ്ങളിലൊന്നും ആൾതാമസം കാര്യമായിട്ടില്ല. പക്ഷേ ഇവിടെ നിന്നും ഒഴുകിപ്പോയ വെള്ളമാണ് പുല്ലകയാറ്റിലേക്ക് ഇന്നലെ ഇരച്ചെത്തിയത്. രാത്രി ചില വീടുകളിലൊക്കെ ഈ കൂട്ടിക്കൽ മുണ്ടക്കയം പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. അതിനുള്ള കാരണം ഈ പ്രദേശത്തുണ്ടായ ഈ മണ്ണൊലിപ്പാണ് എന്ന് തന്നെയാണ്. ഇതിനി മണ്ണൊലിപ്പാണോ ഉരുൾപൊട്ടലാണോ എന്നുള്ള കാര്യത്തിൽ ജില്ലാ ഭരണകൂടമാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം നൽകേണ്ടത്. എന്തായാലും ഇപ്പോൾ ഇവിടെ നടക്കുന്നത്, ഈ റോഡിൽ ഉണ്ടായിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടി രാവിലെ തന്നെ ഒരു JCB ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ JCB മണ്ണ് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. നമുക്കിവിടെയുള്ള ഒരു ചേച്ചിയുണ്ട്. ചേച്ചി, എപ്പോഴാണിത്? ഇന്നലെ രാത്രി ഒരു 9:30-ക്ക് ശേഷമാണ് സംഭവിച്ചത്. മഴയുണ്ടായിരുന്നു? ഭയങ്കര മഴയായിരുന്നു. 5 മണി തൊട്ട് 5 മണി, ഇന്നലെ വൈകിട്ട് 5 മണി തൊട്ട് അതിഭയങ്കരമായ മഴയായിരുന്നു. ഞാൻ ഈ വാർഡിന്റെ മെമ്പറും പൂഞ്ഞാർ തെക്കക്കര പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ്. ഈ പ്രദേശത്ത് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം മാറ്റിയിട്ടുണ്ട്? ഇല്ല, ഈ പ്രദേശത്ത് ആൾക്കാർ കുറവാണ്. ഇത് കൂട്ടിക്കൽ വില്ലേജിന്റെ പരിധി വരുന്ന പ്രദേശമാണ്. ഈ മുൻകരുതലെടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. വില്ലേജിൽ നിന്ന് അറിയിച്ചു, അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് അറിയിച്ചു. രാത്രിയിലൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അവര്. മറ്റ് വഴികളിലൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്വല്പം മണ്ണിടിച്ചിൽ അപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടലാണ് എന്താണെന്ന് മണ്ണിടിച്ചിലായിട്ട് കൂട്ടാനേ പറ്റില്ല. മുകളിൽ നിന്നൊരു കയ്യാല ഇങ്ങനെ ഇടിഞ്ഞു വന്ന് റോഡ് മുകളിലുണ്ട്, ഒരു പഞ്ചായത്ത് റോഡ്. അതിന്റെ സൈഡ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വന്ന കൂടെ ഇതിങ്ങനെ പോന്നേ ഉള്ളൂ. ഇതൊരു ഉരുളായിട്ട് കൂട്ടാനില്ല. ഭയങ്കര മഴയായിരുന്നു. എന്തായാലും പഞ്ചായത്ത് മെമ്പർ തന്നെയാണ് നമ്മളോട് ആ കാര്യം വിശദീകരിച്ചത്. എന്തായാലും ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ അതിശക്തമായിട്ടുള്ള മഴ ഈ മേഖലയിൽ പെയ്തു എന്നാണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ പ്രദേശത്ത് നിന്നും നിരവധി ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. അവരെല്ലാം പറഞ്ഞത് ശക്തമായിട്ടുള്ള മഴയായിരുന്നു. അതേ തുടർന്ന് ചില സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. നമ്മളിപ്പോൾ ഈ മുകളിലേക്ക്, ഈ മലയുടെ മുകളിലേക്ക് വന്ന പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശവും ഇവിടെ നൽകിയിട്ടുണ്ട്. താങ്ക് യു ടോബി.